ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയതായിരിക്കുന്ന വീട് ഞാൻ നോക്കുമ്പോ വളരെയധികം ചെറിയതായിരിക്കുന്ന ഒരു വീടാണ്, ഓല മേഞ്ഞതായിരിക്കുന്ന ഒരു വീട്. സാധാരണഗതിയിൽ ഉസ്താദന്മാരൊക്കെ കൂട്ടിക്കൊണ്ടുപോകുക, നാട്ടിൽ ഭക്ഷണത്തിന് കൂട്ടിക്കൊണ്ടുപോകുക ഒരു ദീനിയായിരിക്കുന്ന ചുറ്റുപാടിന്റെ വീട്ടിലേക്കായിരിക്കും സ്വാഭാവികമായിട്ടും. അങ്ങനെയാണ് ആ നാട്ടിലും അങ്ങനെ തന്നെയാണ് കൂട്ടിക്കൊണ്ടുപോയത്, ദീനിയായിരിക്കുന്ന ചുറ്റുപാടുള്ള വീട്ടിലേക്ക് തന്നെ. പക്ഷെ ആ ജമാഅത്ത് കർണാടകയിലാണ്. ജമാഅത്ത് വളരെ പാവപ്പെട്ടതായിരിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന ഒരു വീടായി ജമാഅത്ത്. അവിടെ സമ്പന്നരൊന്നുമില്ല, വലിയ പണക്കാരൊന്നുമില്ല, കച്ചവടക്കാരില്ല, ബിസിനസ്സുകാരില്ല, ഒക്കെ കൂലിക്കാരാണ്. വളരെ തുച്ഛമായിരിക്കുന്ന ശമ്പളത്തിൽ വീട് കിട്ടിയും മറ്റുമൊക്കെ ജീവിക്കുന്നതായിരിക്കുന്ന ആളുകൾ താമസിക്കുന്നതായിരിക്കുന്ന ഒരു പ്രദേശം. അപ്പൊ അവിടുത്തെ ഒരു വീട്ടിലേക്ക്, ദീനിയായ ചുറ്റുപാടൊക്കെയുള്ള ഒരു വീട്ടിലേക്ക് എന്ന് പറയാവുന്ന ആളെ ഭക്ഷണത്തിന് വേണ്ടി കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ ഞാൻ ആ വീട്ടിലേക്ക് തന്നെ കടന്നപ്പോ, ഭക്ഷണം കഴിക്കുന്ന ഹാളിങ്ങനെ ഇരുന്നപ്പോ, ഒരു ഓല മേഞ്ഞായിരിക്കുന്ന ഒരു ചെറിയ വീടാണ്. ഒരു മൂലയിലുണ്ട് ഒരു തുണി ഇങ്ങനെ മൂടിയിട്ട് വെച്ചിട്ട് ഒരു സാധനം ഇരിക്കുന്നുണ്ട്. തുണി ഇട്ടത് മൂടിയിട്ടുണ്ടാകാം. അപ്പൊ ഞാൻ ആ വീട്ടിലേക്ക് കടന്നവിടെ അടുത്തൊരു കസേരയിലായി ഇരുന്ന് പോയത്. ഇരുന്നതിന്റെ ഇടയിൽ ഞാൻ മെല്ലെ ഒന്ന് ആ തുണി ഒന്നിങ്ങനെ പൊന്തിച്ചു നോക്കി, എന്താ ഇത് തുണി മൂടി വെച്ചിരിക്കുന്നത്. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, സുന്ദരമായ ഒരു ടിവിയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി, ഈ വീടിന്റെ അവസ്ഥ ഒരു ഓടുമേഞ്ഞ വീട് പോലും അല്ല, ഓലമേഞ്ഞതായിരിക്കുന്ന വീട്. ആ വീടിലും വീട്ടിന്റെ ഉള്ളിലും വളരെ സുന്ദരമായിരിക്കുന്ന ഒരു TV കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊന്നും പറഞ്ഞില്ല, കാരണം നമ്മളെ വീട്ടിലേക്ക് അതിഥിയായി ക്ഷണിച്ചു വരുത്തിയിട്ട് അവിടെ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അത് അവർക്ക് വലിയ മനപ്രയാസം ഉണ്ടാക്കാം. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് അവസ്ഥ. അതില്ലാത്തൊരു വീടും നമ്മളെ കൂട്ടത്തിലില്ല. TV ഇല്ലാത്തൊരു വീടും എവിടെ നിന്ന് നോക്കിയാൽ കാണില്ല. മുമ്പൊക്കെ ഓർത്തുകാട് നമ്മളെ നാട്ടിലൊരു സ്ഥലത്ത് ഒരു മലയാളി ഒരു സിനിമാ തിയേറ്റർ ഉണ്ടാക്കി. അപ്പോ സിനിമാ തിയേറ്റർ ഉണ്ടാക്കിയപ്പോൾ ആൾക്കാരൊക്കെ ഇളകി, ഹാലിളകി, മൂല്യന്മാരും നാട്ടുകാരും ഒക്കെ പ്രസംഗത്തിലും ബാലിലും നിരന്തരം ഇദ്ദേഹത്തെ ചീത്ത പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച് വളരെയധികം ഒരു ഹാലിളക്കം ആ സമയത്തുണ്ടായി. എന്നാൽ കാലങ്ങളങ്ങനെ കടന്നുപോയി. അയാള് സിനിമാ തിയേറ്റർ അങ്ങനെ നടത്തിക്കൊണ്ടുപോയി. അന്ന് ഹാലിളകി എല്ലാവരുടെ വീട്ടിലും സിനിമാ തിയേറ്ററാണ്, എല്ലാവരുടെ വീട്ടിലും TV ഉണ്ട്. എന്താണ് അവസ്ഥ? ഇതുപോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നമ്മൾ പള്ളിയിൽ വെച്ചിട്ട് ചാനലിന് വേണ്ടി പിരിക്കേണ്ട ഘട്ടം വരുമെന്ന് ഞാൻ പേടിച്ചു പോകാം. ഹ്യൂമാനിറ്റേഷൻ ഉസ്താദന്മാര് നമ്മുടെ ചാനലുകൾക്ക് വേണ്ടി പള്ളിയിൽ നിന്ന് പിരിവ് നടത്തി സംഭാവന സ്വരൂപിച്ചു കൊടുക്കേണ്ട ഘട്ടം വരുമോ എന്ന് വരെ ഞാൻ സംശയിച്ചു പോവുകയാണ്. കാരണം അവിടേക്കാണ് കാര്യങ്ങൾ പോണത്. ഇസ്ലാമിക സംഘടനകളും ഇസ്ലാമിക പ്രവർത്തകന്മാരും പണ്ഡിതന്മാരും ഒക്കെ TV പ്രത്യക്ഷപ്പെടാനും ഓരോ പരിപാടികൾ തുടങ്ങാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? ഈ സാധനത്തിനെ പ്രോത്സാഹിപ്പിക്കലല്ലേ അത് ഇസ്ലാമിക പരിപാടിയൊക്കെ തന്നെ. അല്ലെങ്കിൽ സുന്ദരമായിരിക്കുന്ന പേരൊക്കെ നൽകിയിട്ടുണ്ടാവും. ഞാൻ